പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ എന്ന് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സാഹചര്യത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അമിതമായിട്ട് ഭയപ്പെടാതിരിക്കുക. കാരണം കൂടുതൽ ഭയപ്പെടുന്നതനുസരിച്ച് വിഷം പെട്ടെന്ന് തന്നെ ഹൃദയത്തിലേക്ക് എത്തുന്നതായിരിക്കും. ദെൻ കടിയേറ്റ ആളെ അനക്കാതെ ഇമ്മൊബിലൈസ് ചെയ്യുക. കാരണം അനങ്ങുന്നതനുസരിച്ചും വിഷം പെട്ടെന്ന് ശരീരത്തിൽ പടരുന്നതായിരിക്കും. ദെൻ കടിയേറ്റ ഭാഗം ഹാർട്ട് ലെവലിന് താഴെയാക്കി വെക്കുക. കടിയേറ്റ ഭാഗത്ത് എന്തെങ്കിലും ആക്സസറീസോ വാച്ചോ മോതിരമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഊരി മാറ്റുക. ദെൻ അമിതമായിട്ട് കട്ടിക്ക് അവിടെ വലിച്ചു മുറുക്കി കെട്ടാതിരിക്കുക. അത് രക്തയോട്ടം കുറയ്ക്കുന്നതായിരിക്കും. സോ ലൈറ്റായിട്ട് വേണം കെട്ടാൻ. ദെൻ അവിടെ കീറി മുറിക്കാനും രക്തം പുറത്തെടുക്കാനോ വിഷം പുറത്തെടുക്കാനോ ഒന്നും ചെയ്യാതിരിക്കുക. സേഫ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പാമ്പിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുത്ത് വെക്കുക. അത് പാമ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. സേഫ് ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ പാമ്പിനെ പറ്റി എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പിക്ചർ കിട്ടുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണേണ്ട ഒരു ആപ്പാണ് സ്നേക്കപീഡിയ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അതിൽ നമുക്ക് പാമ്പിൻ്റെ വിവരണങ്ങൾ വെച്ച് നമുക്ക് പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ആൻറ്റി വെനം കിട്ടുന്ന ഏതൊക്കെ ഹോസ്പിറ്റലിലാണെന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ആപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ 108 ആംബുലൻസിൽ വിളിക്കുക. അവർ നിങ്ങളെ ആൻറ്റി വെനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും. ഇൻ കേസ് ആംബുലൻസ് വരാൻ വൈകോ എന്തെങ്കിലും ആണെങ്കിൽ ഒരിക്കലും പേഷ്യൻറ്റിനെ നടത്തിക്കൊണ്ടോ ഒന്നും പോകരുത്. നമ്മളൊരു ഒടിവ് വന്നാൽ എങ്ങനെയാണോ ഹാൻഡ് ചെയ്യുന്നത് അതേപോലെ എടുത്തുകൊണ്ടോ സ്ട്രെച്ചറിലോ വേണം അവരെ കൊണ്ടുപോകാൻ. ദെൻ കിടത്തുമ്പോൾ നന്നായിട്ട് കിടത്തുക. ദെൻ ഛർദിക്കലോ വല്ലതും ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചരിച്ച് കിടത്തുന്നതാണ് ബെറ്റർ. ഇതൊക്കെയാണ് പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇതിപ്പോൾ തന്നെ കൂടുതൽ ആൾക്കാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.